ഹായ് ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോ തുടങ്ങിയാലോ. നമ്മൾ വീഡിയോ ചെയ്തിട്ടിപ്പോൾ കുറച്ചായി. എന്നാൽ പിന്നെ ഒരു ഷോർട്ട് വീഡിയോ ചെയ്യാൻ നോക്കുമ്പോഴാണ് നമ്മുടെ ഷോർട്ട് വീഡിയോസിൻ്റെ ലിമിറ്റൊക്കെ കൂടിയിട്ടുണ്ട്. 3 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ ലാസ്റ്റ് വീഡിയോ ചെയ്യുന്ന സമയത്ത് 1 മിനിറ്റ് വീഡിയോ ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് നമ്മൾ 4 മാസം മുന്നേ നട്ടിട്ടുള്ള കോവൽത്തണ്ടാണ്. ഇത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പടന്ന് പന്തൽ കയറി ധാരാളം വിളവും തന്നിട്ടുണ്ടായി. കൃഷിയൊക്കെ ചെയ്യാൻ തുടങ്ങുന്നവർക്ക് ഏറ്റവും എളുപ്പത്തിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷിയാണ് കേട്ടോ കോവൽ. കാരണം എന്താണെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് പരിചരണമൊന്നും ആവശ്യമില്ല. മറ്റ് പച്ചക്കറി കൃഷികളൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ധാരാളം കീടശല്യങ്ങളും മറ്റും ഉണ്ടാവാറുണ്ട്. ഇതിൽ ആ ഒരു പേടി വേണ്ട കാര്യമില്ല. നല്ല രീതിയിൽ സൂര്യപ്രകാശം ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് വിളവ് കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ നല്ല രീതിയിൽ മഴ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കോവലിൽ പൂകളൊന്നും കായായി മാറത്തില്ല. ഇപ്പോൾ വീടിന് ചുറ്റും കോവൽ പന്തലാണേ. കോവയ്ക്ക അച്ചാറിടാനും കൊണ്ടാട്ടം ഉണ്ടാക്കാനും ഒക്കെ വളരെ നല്ലതാണ്. ഈ സമയത്ത് ഓരോ കോവൽത്തണ്ട് നട്ട് കഴിഞ്ഞാൽ മഴക്കാലം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വിളവെടുക്കാൻ സാധിക്കും. ഇത് നമ്മൾ നട്ടിട്ടുണ്ടായിരുന്ന മല്ലിയിലയാണ്, ആഫ്രിക്കൻ മല്ലി. ഇത് നമ്മുടെ പുതിനയൊക്കെ കാട് പോലെ ഉണ്ടായിരുന്നതാണ്. മഴ അതിനെ എല്ലാത്തിനെയും ആരോഗ്യം നശിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിനെയൊക്കെ ഒന്ന് റിക്കവർ ആക്കി എടുക്കണം. മല്ലിയിലൊക്കെ മാത്രം വലിയ കേടുപാടൊന്നും പറ്റിയിട്ടില്ല. അത് ഇപ്പോഴും കാട് പോലെയൊക്കെ പിടിച്ചു വരുന്നുണ്ട്. ഈ ഗ്രോ ബാഗ് എല്ലാം വീട്ടിലെ കിണറിൻ്റെ മേലെയാണ് വെച്ചിരിക്കുന്നത്. പുതിനച്ചെടിയൊക്കെ ചെറിയ വെള്ളക്കെട്ട് മതി, അത് പെട്ടെന്ന് തന്നെ ചീഞ്ഞു പോകും. ഇത് നമ്മുടെ പൊന്നാങ്കണ്ണി ചീരയാണ്. ഇത് ഫ്രിഡ്ജിൻ്റെ ബോക്സിലാണ് വെച്ചിരിക്കുന്നത്. പഴയ വീഡിയോ കണ്ടിട്ടുള്ളവർക്കറിയാം, ഇതിൻ്റെ നടൽ രീതികളും മറ്റും നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ളതാണ്. അതെല്ലാം നല്ല രീതിയിൽ തന്നെ വിളവും തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ബൈ.